പതിവായി കാണുന്ന ഒരു വാചകമാണ് പുകവലി പാടില്ല എന്നത്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്, മോനമ്മ കോക്കാട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലഹരിയോട് നോ പറയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മോനമ്മ കോക്കാട് ഒരു റാലി നടത്തുകയാണ്. എന്താണ് ഈ ഒരു റാലിക്ക് പിന്നിൽ? കേരള ഹൈക്കോടതി തന്ന വിധി 1999 പുകവലി നിരോധിച്ചു. എല്ലായിടത്തും പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. ആരും പുകവലിക്കുന്നില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക്. പക്ഷേ ഇപ്പോൾ സർവ്വസ്ഥലത്തും പുകവലി തന്നെയാണ്. അതിലേറ്റവും ദയനീയവും ഏറ്റവും അപകടകരവുമായ കാര്യം കുട്ടികൾ, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും എല്ലാം പുകവലിയിൽ തുടങ്ങുന്നു, അത് ലഹരിയിലോട്ട് മാറുന്നു. അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണ പരിപാടിയും ഒരു നിയമ നടപടിയുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വിധി വളരെ ദയനീയ സ്ഥിതിയിൽ കിടക്കുന്നത് കൊണ്ട് അത് മാറി ഇത് സജീവമായിട്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അതിന് കോടതിയെ സമീപിക്കും. പിന്നെ രണ്ടാമത്തത് തൂഫാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. തൂഫാൻ വളരെ വളരെ നല്ലൊരു പദ്ധതിയാണ്. നെവർ മീ ടു ഡ്രഗ്സ് എന്നുള്ള ഈ ഒരു മുന്നേറ്റം അത് തൂഫാനുമായിട്ട് സംയോജിപ്പിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഈ റാലി ഞങ്ങൾ നടത്തി. ഈ ഭാവിയിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വലിയ വലിയ ലഹരിക്ക് പിന്നാലെ പോകുമ്പോൾ പുകവലി നിസ്സാരവൽക്കരിക്കപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ അതിനുവേണ്ടി എന്തെങ്കിലും ആവശ്യം മുന്നോട്ട് വയ്ക്കാനുണ്ടോ? പുകവലി ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണ് സർവ്വസാധാരണമായിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാന് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും സാധാരണ പുകവലിയെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. സാധാരണ പുകവലിയുടെ മറവിലാണ് ഈ ഡ്രഗ്സ് നടക്കുന്നത്. അത് അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. അതിലോട്ട് ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ളതാണ്